ഹായ് ഓൾ, എൻ്റെ പേര് അലീഷ, ഇതെൻ്റെ ഹസ്ബൻഡ് വർഗീസ്. ഞങ്ങൾ മെൽബണിൽ ക്രാൻബൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്ന് ഞങ്ങളൊരു ക്യാമ്പിങ്ങിന് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം കാറിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഫുൾ പാക്ഡാണ്. ഇവിടെ നിന്നൊരു 2 hour ഡിസ്റ്റൻസ് ആണുള്ളത്. സ്ഥലത്തിൻ്റെ പേരെന്താ? കത്തീഡ്രൽ റേഞ്ച്. അപ്പം ഞങ്ങൾ ടെൻറ്റും എല്ലാം റെഡി ആയിട്ടാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യണം. ബാക്കി രാത്രി ബാർബിക്യൂ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഈ നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് ജാക്കറ്റ് എടുത്തിടണം. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം. സോ ഗായ്സ്, ഞങ്ങളുടെ ക്യാമ്പ് എങ്ങനെയാവുന്നൊരു ഐഡിയ ഇല്ല, കാരണം നല്ല മഴക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നലെ വെതർ നോക്കിയിട്ടേയും മഴ ഉണ്ടെന്ന് കണ്ടായിരുന്നു. എന്നാലിപ്പം മഴക്കാറ് കാണുമ്പോൾ ഒരു പേടി അല്ലേ? അവിടെ ചെന്നിട്ട് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ മഴയാണെങ്കിൽ ടെൻറ്റും കെട്ടാൻ പറ്റില്ല. പരിപാടി ഫുൾ ഫ്ലോപ്പ് ആവും ഗൈസ്. ഇവിടുത്തെ വെതർ ഇങ്ങനെയാണ്. ചിലപ്പോൾ അവിടെ എത്തുമ്പം കുറച്ചുകൂടെ ഭേദമായിരിക്കും എന്ന് വിചാരിക്കാം. അത് കുറച്ചുകൂടെ ഒരു റീജിയണൽ സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ പാസ് ചെയ്യുന്ന വഴിയിൽ ഒരു ഡാം കണ്ടു. ഇതാണ് മെറൂണ്ട റിസർവോയർ. വഴിയിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിവിടെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ടെൻ്റൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് സ്ഥലം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നല്ല തണുപ്പുണ്ട്, ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റും വൈബും പ്ലേസും എല്ലാം അല്ലേ? തണുപ്പുണ്ട്. ഞാൻ ഫുൾ കൈ ആയതുകൊണ്ട് എനിക്കധികം ഫീൽ ചെയ്യുന്നില്ല. ജാക്കറ്റൊക്കെ ഇട്ട് ശരിയാക്കണം. ഇവിടെ ഇഷ്ടം പോലെ കാങ്കറൂസ് ഉണ്ട്. അങ്ങോട്ടേക്ക് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് അവിടെ ഉണ്ട്. അടുത്തേക്ക് പോകാം. അതോട് നോക്കാം, അടുത്തേക്ക് പോയി നോക്കാം. രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ, കുറേ ഉണ്ട്. നമ്മളെ കണ്ടു, നോക്കുന്നുണ്ട്. ഇടിക്കാൻ വരുമെന്നൊന്നും അറിയില്ല. ഇവിടുത്തെ കാങ്കറൂസ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇടിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അധികം അങ്ങോട്ട് അടുത്തേക്ക് പോണ്ട. നല്ല വ്യൂ ആണ്. ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത് നമ്മൾ പോയി അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും സൂയില് അടുത്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ പോരെ, എൻ്റെ കൂടെ പോരെ. അത് നടന്നോ? ഭയങ്കര വലുതാട്ടോ. ഇല്ല, നല്ല നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുകയാണ്, പുല്ല് തിന്നോ? പുല്ല് തിന്നാണ്. ഇനി അത് അടുത്തേക്ക് പോയാൽ അതിന് ഇഷ്ടപ്പെടത്തില്ല. സാധാരണ കാങ്കറൂസ് ഞാൻ കണ്ടിട്ടുള്ളതാണെങ്കിൽ എപ്പോഴും ചാടി ചാടി പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതിങ്ങനെ നിൽക്കുകയാണ്, വലിയ പേടിയൊന്നുമില്ല. ഇഷ്ടം പോലെ കാങ്കറൂസ് ഉണ്ട്. 3 കാങ്കറൂസ്, 4 പേരുണ്ട്. ഇവിടെ തന്നെ 4 പേരുണ്ട്. ഇതൊരു ചെറിയ കാങ്കറു ആണ്. ഇതിൻ്റെ അമ്മയാണത്. അതിൻ്റെ പൗച്ചിൽ കുട്ടിയുണ്ട്. എന്താ ചാടി പോവാണ്. നമ്മുടെ സൗണ്ടും വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നും. ദൂരെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വരുന്തോറും അത് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ വ്യൂവും കിട്ടും. ബാക്കി സൗകര്യങ്ങൾ, ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ അടുത്തുണ്ട്. പിന്നെ കാറൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്കും ചെയ്യാം. ഇതെവിടെ ഫയർ പിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം.
ഇനി ഈ ഒരു ഏരിയയിലാകുമ്പം ഇതാ നല്ല വ്യൂ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മൗണ്ടൻ വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ അടുത്ത് ലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ പോയി നോക്കാം. നമുക്ക് സെറ്റ് ചെയ്താലോ എന്നാ? ടെൻറ്റ് സെറ്റ് ചെയ്താലോ? നമ്മൾ കാർ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ കാങ്കരു ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ടെൻറ്റ് സെറ്റ് ചെയ്യാം. ഗായ്സ് ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഗായ്സ്. രക്ഷയില്ല. അടിപൊളി സ്ഥലമാണ്. സോ ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഇവിടെയാണ്. അപ്പോൾ ഇനി ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണിത്. അപ്പോൾ നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ബാ കം ഓൺ. അങ്ങനെ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി ഇതിന് ക്ലാമ്പ് അടിക്കുന്ന അംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതാ നോക്കൂ, ക്ലാമ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഈ ഇവിടെ ബാക്കിലായിട്ടൊരു ഫയർ പിറ്റ് ഉണ്ട്. ഈ ഫയർ പിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം വ്യൂവും കിട്ടുന്നൊരു സ്ഥലം നോക്കിയിട്ടാണ് ക്ലാമ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഫയർ പിറ്റിനെയൊക്കെ അടുത്തേക്ക് വെക്കണം. ഇത് ഞങ്ങൾ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി കുറച്ചുകൂടെ ഒന്ന് വ്യൂ കുറച്ചുകൂടെ അടിപൊളിയാക്കാനും കുറച്ചുകൂടെ ചൂട് കിട്ടുന്ന രീതിയിൽ ഫയർ പ്ലേസിനടുത്താക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് ടെൻ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ മൗണ്ടെയ്ൻസ് ഉണ്ട്. ഇപ്പുറത്ത് നോക്കിയാൽ കുറേ കാങ്കറൂസ് ഉണ്ട്. ഇതാ കാങ്കറൂസൊക്കെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്രമാത്രം കഴിക്കാനുള്ളത് അവിടെ? ഞങ്ങളെ കണ്ടാൽ ഇപ്പോൾ ഓടും. അടുത്ത് അതാ നല്ല തലവൊക്കെ നോക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്യോ ഇടിക്കാൻ വരുമോന്നൊന്നും അറിയില്ല. അലേർട്ടാവുന്നുണ്ട്. പോയി. അടുത്തോട്ട് പോകുന്തോറും പോവുക. പക്ഷെ സൈഡിലേക്കായിട്ട് ഇഷ്ടം പോലെ കാങ്കറൂസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇത് മൊത്തം കാടാണ്. അങ്ങോട്ടേക്ക് ഫുൾ കാടാ. പിന്നെ അതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. വേലി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് ഏരിയ. ചെറുതായിട്ട് മഴയുണ്ട്. അതുകൊണ്ട് ഫയർ പ്ലേസ് സെറ്റ് ചെയ്യുമ്പം എന്താണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്കിനി ഇത് ടെൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറച്ച് വുഡൊക്കെ സെറ്റ് ചെയ്ത് തീ കത്തിക്കണം. ഇവിടെ ഇത് കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട്. മുന്നേ പോയവരിവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതിനുശേഷം ഫയർ സെറ്റാക്കണം. എന്തായി, ക്ലാമ്പ് അടിച്ച് കഴിഞ്ഞോ? അങ്ങനെ പറന്നു പോവോ? പറന്നു പോകാണ്ടിരുന്നാൽ നല്ലത്. പക്ഷെ എന്തായാലും നല്ല സ്ഥലമാണ്. നിങ്ങളാരെങ്കിലും ഇവിടെ മെൽബണിലുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. സ്ഥലത്തിൻ്റെ പേരെന്താണ്? കത്തീഡ്രൽ റേഞ്ച്. പക്ഷേ ഈ സ്ഥലത്തിന് കുക്സ് മിൽ. ഇവിടെ കുറേ ഫയർ പ്ലേസസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. പക്ഷെ ഇപ്പം ഈ ഏരിയയിൽ ഞങ്ങൾ മാത്രമേ ക്യാമ്പ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, ഈ സീസണിൻ്റെ ആണോ എന്നറിയില്ല. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. ഇന്ന് മൺഡേ ആണ്. അതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും ക്യാമ്പ് ചെയ്യാൻ വന്നിട്ടില്ല. ഈ ഏരിയയിൽ ഒരു ഫോറസ്റ്റിൻ്റെ നടുക്ക് ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ ചുറ്റും നോക്കാം, ആരുമില്ല. അങ്ങ് ദൂരെ എങ്ങാണ്ട് ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്. ഇവിടെ 2 കിലോമീറ്റർ ദൂരത്തിലൊരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്. അവിടെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഏരിയയിൽ ആരുമില്ല. ഇതിന് ചുറ്റും ഫോറസ്റ്റ് ആണ്. രാത്രി എന്താണെന്നൊന്നും അറിയില്ല. അവിടെയൊക്കെ ആയിട്ട് കുറേ സ്പോട്ട്സ് ഉണ്ട് ഫയർ പ്ലേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും
ഈ ഒരു സൈറ്റാണ് ചൂസ് ചെയ്തത്. ടെൻറ്റിൻ്റെ അകത്തെ ബെഡൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഞങ്ങൾ തീ കത്തിക്കാൻ നോക്കി, പക്ഷേ കുറച്ച് മഴയായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിജയിച്ചില്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ലാൻഡേൺ തൂക്കാണ്. തൂക്കിയാ ഓക്കേ, അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡുണ്ട്, ബെഡ് പമ്പ് ചെയ്ത് റെഡിയാക്കാം. എയർ മാട്രസ്, ഡബിൾ മാട്രസ് ആണ് ഗൈസ് നമ്മൾ മേടിച്ചത്. ഇത് 2 പേർക്കുള്ള ടെന്റ് ആണ്. 2 പേർക്ക് 2 പേഴ്സൺ ടെന്റ്. 2 പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് കിടക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പുറത്ത് നല്ല തണുപ്പാണ്, അകത്ത് ചൂടല്ലേ? ചൂടല്ല, കാറ്റടിക്കാത്തോണ്ട് വലിയ കുഴപ്പമില്ല. കാറ്റില്ലാത്തോണ്ട് നമുക്ക് അകത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു. പുറത്തേനെ ഈ ഇതും കൂടെ സെറ്റ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞങ്ങള് ബ്ലാങ്കറ്റും എല്ലാം കൊണ്ട് വന്ന കാരണം പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അയ്യോ, കറക്റ്റാ. 2 പേഴ്സന്റെ ബെഡും ആണ് വാങ്ങിയിരിക്കുന്നത്. ഞങ്ങള് മേടിച്ച സാധനം ലാൻഡേൺ വാങ്ങിച്ചു, ടെന്റ് വാങ്ങിച്ചു, ബെഡ് വാങ്ങിച്ചു. പിന്നെ ഇത് ലൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് അങ്ങനെ വേണ്ട. കറക്റ്റ് 2 പേർക്ക് കിടക്കാനുള്ള സ്പേസാണ് നമ്മളത് അതാണ് മേടിച്ചത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കത്തിക്കാൻ ഉപയോഗിക്കാം. ഓ, കത്തുന്നുണ്ടല്ലോ. നേരത്തെ തീരെ കത്തിക്കാൻ പറ്റുന്നുണ്ടായില്ല, ഇത് അത്യാവശ്യം കത്തുന്നുണ്ട്. ഇത് മിക്കവാറും സെറ്റാവും, ഭാഗ്യം മഴയില്ല. എന്തായാലും വ്യൂ അടിപൊളിയാണ്. സണ്ണൊന്നും കാണാൻ തന്നെ ഇല്ല, ചെറിയൊരു സൺലൈറ്റ് കാണുന്നുണ്ട്. കത്തിയാ വിജയിക്കും ഗൈസ്. കാറ്റ് വരുന്നുണ്ട്, ഭയങ്കര കാറ്റാണ്. നല്ല എത്ര കുറച്ചുകൂടെ എടുത്തു തരുമോ? ഇതാ ഈ സാധനമാണ് നമ്മൾ ലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ചാർക്കോൾ ലംപ് ഫയർ ലൈറ്റേഴ്സ്. പിന്നെ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇതാ എനിക്കൊരാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് രാത്രി, ഇന്നല്ല നാളെ. ഇന്ന് 16th ആണ്, നാളെ 17 സെപ്റ്റംബർ, നാളെ ബർത്ത്ഡേ ആണ്. ഒരു കാങ്കർ ഇപ്പോഴും ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊന്ന് പോയി നോക്കാം. അതറിയുന്നില്ല, ഞാൻ അടുത്തേക്ക് പോകുന്നത് അറിയുന്നില്ല. ഒരു ചെറിയ കാങ്കർ ആണ്, കുട്ടി കാങ്കർ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ ടെൻ്റ് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ അതങ്ങോട്ട് സെറ്റായില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യണം. പിന്നെ ഇതാ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സാൽമണും കുറച്ച് ബീഫും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ അതൊക്കെ കുറച്ച് കഴിച്ചു. ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര വിശന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായി? ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് ശരിയാവുന്നില്ല എത്രയ്ക്ക് നോക്കിയിട്ടും, അല്ലേ? കിട്ടുമോ? ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. എന്തായാലും സാൽമൺ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ടെൻ്റൊക്കെ ബെഡൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരു റാന്തൽ പോലെ ഒരു ലൈറ്റ്,
ഞങ്ങൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് അത് പുറത്തിങ്ങനെ കുറച്ചുകൂടെ ലൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ഏരിയയിൽ ഫുള്ള് ചുറ്റും ഫോറസ്റ്റാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണിത്. പക്ഷേ ഇന്നിപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് സൈറ്റ്. ശരി, ഞങ്ങളുടെ ടെൻറ്റ്, ക്യാമ്പ് ഫയർ ചെറുതായി വരുന്നുണ്ട്. ഉദ്ദേശം അത്രയും അങ്ങ് വലുതായില്ല, കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സാൽമൺ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കുബൂസ് പോലത്തെ ഒരു സാധനമാണ്. അത് രണ്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിക്കാൻ പോകണം. പിന്നെ ഇതൊക്കെയാണ് ഇത്രയും നേരത്തുള്ള ഞങ്ങൾ സെറ്റാക്കിയത്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സാൽമൺ ഫ്രൈയും റൊട്ടിയും. കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. ഉപ്പിട്ടായിരുന്നോ? നല്ലോ, നല്ല ടേസ്റ്റാണോ? കഴിച്ചിട്ട് വരാം. ഇവിടെ ഭയങ്കര സീനാണ്. എന്തൊക്കെയോ ഒച്ച ചുറ്റിനൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് മുന്നേ അവിടെ നിങ്ങൾ കാറ് വരെ ഒന്ന് നടന്നു പോകാൻ നോക്കിയപ്പം തൊട്ട് മുന്നിൽ കാട്ടുപന്നി നിൽക്കുന്നുണ്ടായിരുന്നു. കാട്ടുപന്നിയില്ലേ, ഭയങ്കര വലുത്, നല്ലൊരു മീഡിയം സൈസുള്ളൊരു കാട്ടുപന്നി. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ചിട്ട് വണ്ടിയുടെ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഞങ്ങളൊരു പ്ലാൻ ഇട്ടു കാറ് കിടക്കാന്ന്. പിന്നെ ഞങ്ങളത് മാറ്റി. പിന്നെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഫുൾ കാങ്കറൂസാ. നോക്ക്, ഫ്രണ്ടിൽ ഫുൾ. ഇവിടെ രണ്ടുപേരുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ അവിടെയാണ് നമ്മൾ കാട്ടുപന്നീനെ കണ്ടത്. ഇപ്പം ഒന്നും കാണുന്നില്ല. പിന്നെ വേറെ എന്തോ ഒരു അനിമൽ, ഞങ്ങളിവിടെ പഴവും ഓറഞ്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വോംബാറ്റ് പോലത്തെ എന്തോ ഒരു അനിമലാന്ന് തോന്നുന്നു. അതിങ്ങനെ മെല്ലെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട് ഓടി. എന്തൊക്കെ മൃഗങ്ങളെ കാണാം എന്നൊന്നും അറിയില്ല. കാങ്കറൂസ് ഉണ്ട് എന്തായാലും എപ്പോഴും കൂടെ തന്നെ. അങ്ങനെ ഞങ്ങൾ ടെൻറ്റിൽ കയറി സാൽമൺ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ബീഫും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഫും കൂടെ കഴിക്കാൻ പോവാം. പിന്നെ കുറച്ച് ചപ്പാത്തി പോലത്തെ സാധനമുണ്ട്, അതും കൂട്ടി കഴിക്കാം. ടെൻറ്റ് കയറി പുറത്ത് ലൈറ്റൊക്കെ ഓഫാക്കി. ഇടയ്ക്ക് ഒരു പോസം പോലത്തെ ഒരു അനിമൽ വരുന്നുണ്ട്. ഈ ഫുഡിൻ്റെ ഒക്കെ സ്മെല്ല് വന്നിട്ടാന്ന് തോന്നുന്നു, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പുതപ്പൊക്കെ പുതച്ച് ഇങ്ങനെ കംഫർട്ടബിളായി ഇരിക്കുകയാണ്. മുന്നിലോട്ട് ഞങ്ങൾ ലൈറ്റ്, പുറത്തെ ലൈറ്റെല്ലാം ഓഫാക്കി. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് കാണിച്ച ലൈറ്റ് കാണിച്ചു, ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് നിലാവെളിച്ചെന്നല്ലേ പറയുന്നത്, മൂൺ ലൈറ്റിൽ ഈ പുറത്തുള്ള മൗണ്ടെയിൻസ്, അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ. ലൈറ്റ് ഓഫ് ചെയ്താൽ അങ്ങനത്തെ ഒരു വ്യൂ കിട്ടും. അപ്പം അതിങ്ങനെ നോക്കി കുറേ നേരം ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ 12 മണിയായി. സെപ്റ്റംബർ 17 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെറ്റർ ഹാഫിൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വിഷ് ചെയ്തോ? എന്തെങ്കിലും മനസ്സിൽ വിഷ് ചെയ്തിട്ട്? താങ്ക് യു ഫോർ ദിസ് ഡേ. മഴയൊക്കെ പെയ്ത് ടെൻറ്റിന് ചുറ്റും നല്ല വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഉള്ളിലേക്കൊന്നും വന്നിട്ടില്ല, നമ്മൾ നനഞ്ഞിട്ടൊന്നുമില്ല. രാവിലത്തെ വ്യൂ ആണ്. നല്ല വ്യൂ ആണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ എണീറ്റു. ഭയങ്കര തണുപ്പായിരുന്നു. തൊണ്ടവേനയും കുറച്ച് ചെറിയ സൗണ്ട് അടയിലൊക്കെ ഉണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ബാക്കിലേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ. ഇവിടെ ഒരു ഫെൻസ് ഉണ്ട്. ഈ ഫെൻസിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ വരെയാണ് നമ്മളെ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആയിരിക്കും.
അതുകൊണ്ടായിരിക്കാം ഓരോ ഫെൻസ് കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു എൻട്രി പോലെ കാണുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് നമ്മളെ ലിമിറ്റഡ് ആണോ എന്നതുകൊണ്ട് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പോയി നോക്കാം അല്ലേ. ഒരു അമ്മയും കുട്ടിയും വന്നിട്ടുണ്ട്, അതിനൊരു പഴം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നോക്കിയിട്ടൊന്നും വരുന്നില്ല. നേരത്തെ ഇവിടം വരെ വന്നായിരുന്നു, ഇപ്പൊ തിരിച്ചു പോയി. അടുത്ത് പോയി നോക്കാം. ഇടിക്കാൻ റെഡിയാ നിൽക്കുവാണേ. അവിടെ വെച്ചോ, വെച്ചിട്ട് പോരെ. കുറച്ചുകൂടെ കയറ്റി വെച്ചോ, വെച്ചോ. വന്ന് എടുക്കുമോ നോക്കാം. ട്രെക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇങ്ങനെ ഒരു ബോർഡുണ്ട്. ഇത് ലിറ്റിൽ റിവർ ട്രാക്കിലേക്ക് പോകുന്ന വഴീനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇവിടെ ട്രഡീഷണലി ഉണ്ടായിരുന്ന ആൾക്കാർ, ടൗൺ ഗുറുങ് പീപ്പിൾ, അവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അവരിവിടെ നൊമാഡ്സിനെ പോലെ ജീവിച്ചു. ഇപ്പം അവർ ഇവിടെ നിന്നൊക്കെ മൂവ് ചെയ്ത് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് ഓർത്തുകൊണ്ടുള്ളൊരു ബോർഡാണിത്. ഞങ്ങൾ ട്രെക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ട്രെക്കിങ് ഇവിടെ കുറച്ച് ഇങ്ങനെ സ്ഥലങ്ങളുണ്ട് പോവാൻ. അങ്ങനെ ട്രെക്കിങ്ങിന് പോകാൻ ഇറങ്ങിയേക്കാം. ഇന്നലത്തെ രാത്രിയത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് നല്ല പേടിയായി. കാരണം ഈ ഏരിയയിൽ ഫുള്ള് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 പേർക്കെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇവിടെ ക്യാമ്പിങ് 5 ഈ ഇവിടെ 29 സ്പേസസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അതിൽ 29 സ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 ആളുകൾക്ക് നിൽക്കാന്നല്ല, 29 ഗ്രൂപ്പിന് വരാം. അങ്ങനെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഇടവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എവിടെ ഒരു ലിറ്റിൽ റിവർ, റിവർ ഉണ്ട്, ചെറിയൊരു തോട്, നമ്മുടെ നല്ല തോട് പോലത്തെ സംഭവം. നല്ല സൗണ്ട് കേൾക്കായിരുന്നു രാത്രി, നല്ല സൗണ്ട്, നല്ല രസമായിരുന്നു. രാത്രി എന്തൊക്കെയൊക്കെയോ മൃഗങ്ങൾ വരുന്നുണ്ടായിരുന്നു പുറത്തേ കൂടെ. ഞങ്ങള് പേടിച്ചാണ് അകത്തിരുന്നത്. പിന്നെ ഇവിടെ ആനയും പുലിയൊന്നും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ അങ്ങ് ഇരുന്നു കിടന്നു. കാങ്കറൂസ് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു മരത്തിൽ കൂടെ ഒന്നും അറിയത്തില്ല. പിന്നെ വൊമ്പാറ്റ് ഉണ്ട്. അത് ഈ നമ്മുടെ ഈ ഫുഡ്, ബാക്കി വരുന്ന ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന. അത് നമ്മള് റിവർ എത്തി. തോട് കാണിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരാൾ ഇരിപ്പുണ്ട്. ചാടി ചാടി പോവാ. പേടിച്ചു പോയി, ഓടിപ്പോയി. നല്ല മസിലുണ്ട് അതിന്. ഒരു ഇടി കിട്ടിയാൽ തീർന്നു. ഇവിടെ ഒരു പാലമുണ്ട്, പക്ഷെ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാന്ന് തോന്നുന്നല്ലേ. വെള്ളമുണ്ടോ? നല്ല രസമായിരുന്നു. വെയിലായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ വിചാരിച്ചു ഇന്നലെയൊക്കെ മഴയായത് കാരണം ഇന്നും മഴയായിരിക്കുന്നു. മഴയാണെങ്കിൽ നല്ല കാറ്റുണ്ടാകും, ഇതിലൂടെ ഒന്നും വരാൻ പറ്റില്ല. ഈ മരമൊക്കെ എപ്പോഴിടിഞ്ഞ് പൊളിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റില്ല. എല്ലാം വീഴാനായി നിൽക്കുന്ന സൈസ് മരങ്ങളാണ്. ഒരാൾ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുക. മടുത്താ? ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഈ ടാങ്കിലാണ് വെള്ളമുള്ളത്. നമുക്ക് ആവശ്യം എന്തെങ്കിലും കൈ കഴുകാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കാം. ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഇതാണ് കയറി വരുന്ന സ്ഥലം ക്യാമ്പിലേക്ക്. അവിടെ ആ വണ്ടി കാണുന്ന അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ക്യാമ്പിങ്ങും
ട്രക്കിങ്ങും എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. സാധനങ്ങളെല്ലാം വീണ്ടും തിരിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. പഴയപടി പോലെ ക്യാമ്പിംഗ് സൈറ്റ് വിട്ട് പോവാണ്. എല്ലാം പാക്ക് ചെയ്തു. ഇനി സമ്മർ ആകുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ വരണം സമ്മർ എക്സ്പീരിയൻസിന്. പക്ഷെ നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ട് കേട്ടോ. എല്ലാവർക്കും നല്ല സ്പോട്ടാണ്. ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തേക്കാം. ആരെങ്കിലും ഒന്ന് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നോക്കാം. ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം.